വി ആർ സ്റ്റിൽ അലൈവ്. ബെർണബ്യൂവിൽ ബയേണിനോട് തോൽവി വഴങ്ങിയ ശേഷം റയൽ മാഡ്രിഡ് പരിശീലകൻ അൽവാരോ അർബലോവയുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു: ഒറ്റ ഗോൾ മതി ഞങ്ങൾക്ക് ഈ കളിയിലേക്ക് മടങ്ങി വരാൻ. അത് സംഭവിക്കും. അർബലോവ ആത്മവിശ്വാസത്തിലാണ്. റെമോൺടാഡകൾ റയലിൻ്റെ DNA-യിൽ അലിഞ്ഞു ചേർന്നതാണ്. ഇതിലുമേറെ പുറകിലായിരുന്നിട്ടും തിരിച്ചു വന്ന കഥകളൊക്കെ അവരുടെ ചരിത്രത്തിൽ ഒടിപിടിക്കാത്ത ഓർമ്മകളായി ഇങ്ങനെ കിടപ്പുണ്ട്. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഇക്കുറി അത്ര എളുപ്പമാണ് കാര്യങ്ങളെന്ന് പറയാനാകുമോ? നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷമാണ് ബയേൺ റയലിനെ ചാമ്പ്യൻസ് ലീഗ് രാവുകളിൽ ഒന്നിൽ പരാജയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ബയേൺ റയലിനെ തോൽപ്പിച്ചത് 2012 ഏപ്രിലാണ്. ബെർണബ്യൂവിൽ 4 നൂറ്റാണ്ടിന് ശേഷമാണ് ബയേൺ ഒരു ജയം കുറിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററിയിൽ ത്രസിപ്പിക്കുന്ന പല ഓർമ്മകളും ആരാധകർക്ക് സമ്മാനിച്ച യൂറോപ്യൻ ക്ലാസിക്കോയിൽ ഇക്കുറി നേരത്തെ തന്നെ ബയേണിന് മേൽക്കൈ പ്രവചിച്ചവരായിരുന്നു അധികവും. നിലവിലെ ഫോമും പ്രകടനങ്ങളും കൺസിസ്റ്റൻസിയും ഒക്കെ കണക്കിലെടുത്താൽ അത് ശരിയാണ് താനും. അൽവാരോ അർബലോവയ്ക്ക് കീഴിൽ റയൽ പതിയെ നിവർന്നു നിന്ന് തുടങ്ങുമ്പോഴാണ് പൊടുന്നനെ 2 തോൽവികൾ ഇടുത്തി പോലെ വന്നിറങ്ങിയത്. ലാലിഗയിൽ വെറും 4 ആയിരുന്നു ബാഴ്സയുമായുള്ള പോയിന്റ് വ്യത്യാസം. 8 കളികൾ മാത്രം ബാക്കി നിൽക്കെ അതിപ്പോൾ 7 ഉയർന്നു. ലീഗിലെ പ്രതീക്ഷകൾ പതിയെ മങ്ങിത്തുടങ്ങുകയാണ്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ അലൈൻസ് അരീന പൊളിച്ചാലേ ഇനി സെമി ടിക്കറ്റ് എടുക്കാനാകൂ. ബയേണിന്റെ നിലവിലെ ഫോമിൽ അതത്ര ചെറിയ കടമ്പയല്ല. ഡിഫൻസിലെ പിഴവുകൾക്ക് റയൽ കൊടുക്കേണ്ടി വരുന്ന വില എത്രയാണെന്ന് കഴിഞ്ഞ 2 സീസണുകളിലായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. റയൽ ആ പിഴവുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ബേർണബ്യൂവിൽ ആദ്യ പാദത്തിന് ശേഷം ബയേണിന് തങ്ങൾ സമ്മാനിച്ചതാണ് ആ ഗോളുകൾ എന്ന് തുറന്ന് സമ്മതിച്ചത് സെൻട്രൽ ബാക്ക് ആന്റോണിയോ റുഡിഗറാണ്. എംബാപ്പയുടെ ഗോളിന് ട്രെൻഡ് നൽകിയ അസിസ്റ്റ് മനോഹരമായിരുന്നു. ശരി തന്നെ. എന്നാൽ ഇംഗ്ലീഷ് റൈറ്റ് ബാക്കിൻ്റെ ഡിഫൻസീവ് വർക്ക് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ബെർണബ്യൂവിൽ ബയേൺ കുടിച്ച ആദ്യ ഗോൾ നോക്കൂ. ലൂയിസ് ഡിയാസിനെ കൃത്യമായി മാർക്ക് ചെയ്യുന്നതിൽ ട്രെൻഡ് വരുത്തിയ പിഴവാണ് ആ ഗോളിന് വഴി തുറന്നത്. ഗ്നാബ്രിയുടെ കാലിലേക്ക് പന്തെത്തുമ്പോഴേക്കും ട്രെൻഡിൻ്റെ പുറകിലൂടെ ഗോൾ മുഖത്തെ കോടിക്കയറിയിട്ടുണ്ട് ഡിയാസ്. ഗ്നാബ്രി തളികയിൽ ഡിയാസിനെ പന്ത് വെച്ച് നൽകുന്നു, വല കുലുക്കുന്നു. അതിനു മുമ്പ് ഗോൾ മുഖത്ത് വെച്ച് ഒലിസേക്ക് ഒരു സുവർണാവസരം തുറന്നു കൊടുക്കുന്നുണ്ട് ട്രെൻഡ്. റയലിൻ്റെ ഭാഗ്യം, ഫ്രഞ്ച് താരത്തിന് ഗ്നാബ്രി ആ സമയത്ത് കണ്ടെത്താനായില്ല. ഉപമെക്കാനോയും ഗ്നാബ്രിയും വരുത്തിയ 2 വലിയ പിഴവുകളിലായിരുന്നെങ്കിൽ റയൽ ആദ്യ ഹാഫിൽ തന്നെ 3 ഗോളുകൾക്ക് പിറകിലായനെ. 9-ാം മിനിറ്റിൽ റയൽ ഗോൾ മുഖത്തേക്ക് ബയേണിൻ്റെ മുന്നേറ്റം. ഉപമെക്കാനോയും ഗ്നാബ്രിയും ബോക്സിൽ ഒരാളും മാർക്ക് ചെയ്യാനില്ലാതെ നിൽക്കുന്നു. പോയിന്റ് ബ്ലാങ്കിൽ ഉപമെക്കാനോക്ക് ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചതാണ്. 26-ാം മിനിറ്റിൽ തിയാഗോ പിറ്റാർച്ചിൻ്റെ ഒരു വലിയ പിഴവ്. ലൂണിൻ്റെ കാലിൽ നിന്ന് പന്തേറ്റു വാങ്ങി ലൂണിന് തന്നെ അയാൾ തിരിച്ചു നൽകിയതാണ്. എന്നാൽ ബോക്സിൽ അപ്പോൾ ഗ്നാബ്രി ഉണ്ടായിരുന്നു, മുമ്പിൽ ലൂണിൻ മാത്രം. ജർമ്മൻ താരത്തിന് പക്ഷേ അത് ഫിനിഷ് ചെയ്യാനായില്ല. റയൽ എത്രമാത്രം ഡിസോർഗനൈസ്ഡ് ആയിരുന്നു എന്ന് ഈ പിഴവുകളൊക്കെ വിളിച്ചു പറഞ്ഞു. മൈതാന മധ്യത്ത് വെച്ച് കരേറാസ് വരുത്തിയ ഒരു പിഴവാണ് 2-ാം ഗോളിലേക്ക് വഴി തുറന്നത്. പാവ്ലോവിച്ച് പന്ത് പിടിച്ചെടുത്ത് ഒലിസേക്ക് കൈമാറി. ഒലിസെ വലതുവിങ്ങിലൂടെ ഗോൾമുഖത്തേക്ക് കുതിച്ചു. ഹാരി കെയ്ൻ ബോക്സിന് വെളിയിൽ മാർക്ക് ചെയ്യപ്പെടാതെ നിൽക്കുന്നു. ഒലിസെ പന്ത് അയാൾക്ക് കൈമാറി. ഇംഗ്ലീഷ് താരം പന്തിനെ വലയിലേക്ക് മനോഹരമായി പ്ലേസ് ചെയ്യുന്നു. വിനീഷ്യസും എംബാപ്പയും പിന്നീട് നടത്തിയ പല മുന്നേറ്റങ്ങളും മാനുവൽ ന്യൂയർ എന്ന അധികാരിന് മുന്നിൽ നിഷ്പ്രഭമായി. 10ഓളം സേവുകളാണ് അയാൾ നടത്തിയത്. 20 ഷോട്ടുകളും 10 ഓൺ ടാർജറ്റ് ഷോട്ടുകളും റയൽ കളിയിലാകെ ഉതിർത്തു. എന്നിട്ടും വലകുലുക്കിയത് ഒറ്റത്തവണ മാത്രം. ബയേണാകട്ടെ 4 ഓൺ ടാർജറ്റ് ഷോട്ടുകളാണ് ഉതിർത്തത്. അതിൽ 2 ലക്ഷ്യം കണ്ടു. ബയേണിൻ്റെ മുന്നേറ്റം നിര ഇക്കുറി യൂറോപ്പിൽ നടത്തുന്ന പടയോട്ടങ്ങൾ അവിശ്വസനീയമാണ്. കഴിഞ്ഞ 11 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ നിന്ന് 32 തവണ അവർ വലകുലുക്കി കഴിഞ്ഞു. മൈക്കിൾ ഒലിസെ ബയേൺ ജേഴ്സിയിൽ തൻ്റെ ഏറ്റവും മികച്ച ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ് ബെർണബ്യൂവിൽ പൂർത്തിയാക്കിയതെന്ന് പറയേണ്ടി വരും. അയാൾ പന്ത് തൊടുമ്പോഴൊക്കെ റയൽ ഗോൾ മുഖം ആടിയുളഞ്ഞു. ബയേണിനായി സീസണിൽ ഇതുവരെ 41 നോൺ പെനാൽറ്റി ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് അയാൾ നടത്തി കഴിഞ്ഞു. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഈ കണക്കിൽ അയാൾക്ക് മുന്നിൽ ഒരാൾ പോലുമില്ല. രണ്ടാമതാരാണെന്നോ? ലൂയിസ് ഡിയാസ്. 38 ഗോളുകളിലാണ് ഡിയാസ് പങ്കാളിയായത്. ഹാരി കെയ്ൻ ആകട്ടെ ബുണ്ടസ് ലീഗയിൽ 31 തവണയും ചാമ്പ്യൻസ് ലീഗിൽ 11 തവണയും ഇതിനോടകം വലകുലുക്കി കഴിഞ്ഞു. മുഴുവൻ കോമ്പറ്റീഷനുകളിലുമായി ബയേണിനു വേണ്ടി കെയ്നും ലൂയിസ് ഡിയാസും ഒലിസയും ചേർന്ന് നടത്തിയത് 150 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ്. ഈ മുന്നേറ്റ നിരയാണ് അവരുടെ തട്ടകത്തിൽ വെച്ച് ഇനി റയലിനെ നേരിടാനുള്ളത്. അർബലോവ് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പോയ സീസണിൽ ക്വാർട്ടറിൽ ആഴ്സണലിനോട് ഇരുപാദങ്ങളിലുമായി 5-1 പരാജയപ്പെട്ടാണ് റയൽ പുറത്തായത്. ഇക്കുറിയും ക്വാർട്ടറിൽ അവർ ഒരു ദുരന്തമുഖത്താണ്. പൊതുവെ റെമോൺടാഡകൾക്ക് അരങ്ങൊരുങ്ങാറ് ബെർണബ്യൂവിലാണെങ്കിൽ ഇക്കുറി 2-ാം പാദം അലൈൻസ് അരീനയിലാണ്. നരകതുല്യമായ ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ റയൽ താരങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവുക. ബയേൺ കളിക്കാർക്കൊപ്പം അവരുടെ ആരാധകരെ കൂടി പരാജയപ്പെടുത്തേണ്ടി വരും റയലിന്.
സസ്പെൻഷൻ നേരിടുന്ന ചുവാമനി ഇല്ലാതെയാകും രണ്ടാം പാദത്തിൽ റയൽ ഇറങ്ങുക. മിലിറ്റാവോയും ബെല്ലിങ്ങാമും ഫസ്റ്റ് 11-ൽ മടങ്ങിയെത്തും. പരിക്കിൽ നിന്ന് മോചിതനായ മെൻഡിയും തിരിച്ചെത്തും. വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടപ്പുണ്ട് എന്നാണ് ബെർണബ്യൂവിലെ ഒന്നാം പാദത്തിന് ശേഷം എംബാപ്പെ കുറിച്ചിട്ടത്. റയലാണ്, ചാമ്പ്യൻസ് ലീഗ് രാവുകളാണ്. ബയേണിന് തന്നെയാണ് മുൻതൂക്കമെങ്കിലും പ്രവചനങ്ങൾക്കൊന്നും ഇപ്പോൾ ആരും മുതിരില്ല. തീർച്ച.